ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഇന്ന് രാവിലത്തെ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത്. രാവിലെ തന്നെ സോയാബീൻ വെക്കാൻ വേണ്ടിയിട്ട് ഉള്ളി, ഇഞ്ചിയും വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് റെഡിയാക്കുക. സാധാരണ ഞാൻ തലേ ദിവസമാണ് എല്ലാം റെഡിയാക്കി വയ്ക്കുക. ഇന്ന് രാവിലെ ആണ് ഒക്കെ റെഡിയാക്കണത്. ഇന്ന് സോയാബീനൊക്കെ തിളച്ച് വെള്ളത്തിലിട്ടൊക്കെ റെഡിയാക്കി. അത് കഴിഞ്ഞ് ഞായറാഴ്ച ആയതുകൊണ്ടാണ് നമ്മൾ ഭക്ഷണപ്പൊതി കൊടുക്കാറുണ്ടല്ലോ. അപ്പോൾ അത് കാരണം നമ്മളെല്ലാം നേരത്തെ തന്നെ റെഡിയാക്കി വെക്കുകയാണ്. ഇത് പൂരിയും കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം അതിനുള്ള കറി റെഡിയാക്കി. പിന്നെ ഉപ്പേരി റെഡിയാക്കണം. എല്ലാം കുക്കറിലിട്ട് വേവിച്ചിട്ട് തന്നെയാണ് റെഡിയാക്കണത്. പിന്നെ വറുത്തിടല്ലേ വേണ്ടുള്ളൂ. അത് കഴിഞ്ഞ് ഓരോ പണികളായിട്ട് നേരത്തെ കഴിച്ചാൽ നമുക്ക് അത്രയും സമാധാനമല്ലേ. പിന്നെ രാവിലെ നമുക്ക് എത്ര കൈയുണ്ടെങ്കിലും തികയില്ല. എത്ര നേരത്തെ എണീച്ചാലും നമുക്ക് സമയം പോണത് അറിയേയില്ല. രാവിലെ 7:30 8 മണിയാകുമ്പോഴേക്കും ജോലിക്ക് പോണ കാരണം വേഗം തലേ ദിവസം തന്നെ എല്ലാം റെഡിയാക്കി വയ്ക്കല. ഇന്ന് പിന്നെ ഞായറാഴ്ച അല്ലേ വിചാരിച്ചിട്ട് മെല്ലെ മതി വിചാരിച്ചു. അപ്പോൾ അത്രയും നേരം വൈകും. ഞാൻ ഞായറാഴ്ച ആയാലും 4 മണിക്ക് എണീക്കും. കൂടെ മോളും ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ തുടയ്ക്കലും കാര്യങ്ങളൊക്കെ പിന്നെ അവൾ ചെയ്യും. അപ്പോൾ അടുക്കളയിലത്തെ കാര്യങ്ങളെ നമ്മൾ നോക്കണ്ടുള്ളൂ. അപ്പോൾ നമ്മൾ സോയാബീനുള്ള മസാലയൊക്കെ റെഡിയാക്കി സോയാബീനൊക്കെ അതിലിട്ട് പിന്നെ അതായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ഇനിയിപ്പോൾ പൂരി റെഡിയാക്കുകയല്ലേ വേണ്ടുള്ളൂ. അത് വിചാരിച്ച് അതൊക്കെ റെഡിയാക്കി വെച്ചു. പിന്നെ എന്താണെന്ന് വെച്ചാൽ പൂരിക്കുള്ള കറി ഉള്ളിയും കിഴങ്ങും കൂടെ ഉള്ളതാണ്. അപ്പോഴേക്കും ഇതാ മോൾ അടുപ്പിൽ ചോറ് വയ്ക്കാനുള്ള തീയിടുകയാണ് കേട്ടോ. അവൾക്കും പഠിക്കണമല്ലോ. അപ്പോൾ ഞാൻ ഇപ്പോൾ 2 ദിവസമായിട്ട് അവളെ കൊണ്ടാണ് തീയൊക്കെ അടുപ്പിക്കണത്. അത് കഴിഞ്ഞ് പൂരിക്കുള്ള കറി ഇത് നമ്മൾ വറുത്തിടുകയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ സംസാരിക്കാൻ മടിയായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ എല്ലാ വീഡിയോ കാണുമ്പോൾ എല്ലാവരും ഇങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു മോളോട് പറഞ്ഞു എന്നാൽ ശരി ഞാനും ഇനി അങ്ങനെ പറയാമെന്ന്. അങ്ങനെ സംസാരിക്കും. ഇനി ഇതടുത്തത് ഭൂരി പരത്താൻ വേണ്ടി. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കാപ്പിയൊക്കെ കുടിച്ച് ഭൂരി പരത്താൻ വേണ്ടി നിൽക്കുകയാണ്. ഞാൻ ചെറിയ ഭൂരി കേട്ടോ നമ്മൾ ഉണ്ടാക്കുക. അപ്പോൾ പിന്നെ വലുതാക്കി പരത്തിയിട്ട് ഇങ്ങനെ മൂടി കൊണ്ട് ഇങ്ങനെ അമർത്തി അപ്പോൾ നമുക്ക് കുഞ്ഞു ഭൂരി കിട്ടുമല്ലോ. അപ്പോൾ അതൊക്കെ പരത്തി അടുത്ത് നമ്മൾ സോയാബീൻ റെഡിയായി നമ്മൾ പാത്രത്തേക്ക് നമ്മളെ കറിയൊക്കെ വെച്ചിട്ട് എല്ലാം നമ്മൾ വേറെ പാത്രത്തേക്ക് മാറ്റി വെച്ച് എല്ലാം അപ്പം കഴുകി വെക്കും കേട്ടോ. ഇനി അടുത്തത് ഭൂരി നമ്മൾ എണ്ണയിലിട്ടൊക്കെ ഉണ്ടാക്കുകയാണേ. ഇവിടെ ചെറിയ ഭൂരി ഉണ്ടാക്കി വയ്ക്കും, വലിയ ഭൂരി ഉണ്ടാക്കി കൂടെയെന്ന്. സത്യം പറഞ്ഞാൽ എണ്ണ കുറച്ച് കമ്മിയാക്കാൻ വേണ്ടി നമ്മൾ ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കുറച്ച് കുഞ്ഞു ഭൂരി ഉണ്ടാക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്തത് ക്ലീനിങ്ങാണ്. ചോറും കറിയും വെക്കാനല്ല ശരിക്കും സമയം, ക്ലീനിങ്ങിനല്ലേ നമുക്ക് സമയം വേണ്ടത്. അപ്പോൾ അതൊക്കെ തുടച്ച് അടുക്കള എല്ലാം ക്ലീനാക്കി ഒക്കെ റെഡിയാക്കി വയ്ക്കണം. തുടച്ച് കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ മോള് തുടച്ചു കേട്ടോ. ഹോളും സിറ്റ് ഔട്ടും അതൊക്കെ നമുക്ക് ലാസ്റ്റിൽ അടുക്കള തുടങ്ങിയപ്പോൾ അത് ഞാൻ പിന്നെ അത് അടുത്തത് നമ്മൾ ചായ കുടിക്കാനിരിക്കുകയാണ്. അപ്പോൾ ഞാനും മോളും മാത്രമേ ഇപ്പോൾ ചായ കുടിക്കണുള്ളൂ. അച്ഛനും മോനും ഞായറാഴ്ച ആയതുകൊണ്ട് വൈകി എണീച്ച കാരണം അവരില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടാളും ഇത് ചായ കുടിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ. അടുത്ത വിശേഷമായി വീണ്ടും വരാം.